പൊതിച്ചോറൊന്നല്ല, നെയ്പായസം. നെയ്പായസം നെയ്പായസം ഓർമ്മയുണ്ടല്ലോ ഇല്ലാന്ന്. ഓ മൈ ഗോഡ്. ഞാൻ രാവിലെ എൻ്റെ മോളെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ മോക്ക്. അപ്പം മോള് ഇവിടെ ഇല്ല. അപ്പം അമ്മ ഇന്ന് പിന്നെ ഇവിടെ പോയി, അമ്പലത്തിൽ പോയി. അപ്പോൾ പായസം കൊണ്ടുവന്നു. ഞാൻ ടേസ്റ്റൊന്നും നോക്കിയിട്ടില്ല. അപ്പം എന്ത് ചെയ്യുമ്പോൾ ഒരു വീഡിയോ എടുക്കണ്ടേ അല്ലേ? പിന്നെന്തിനാ യൂട്യൂബ്? നമ്മളെയോ ഇത് ചിലപ്പം എങ്ങനെയാക്കുന്നത് അന്ന് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസിലൊക്കെ ഒന്നും പോകണ്ട. പക്ഷേ ഇങ്ങനെ കിട്ടുന്ന പായസം, പിന്നെ ഈ ഇപ്പം എല്ലാതിക്കലും ഉത്സവ സ്ഥലത്തൊക്കെ ഫുഡ് പോയ്സണൊക്കെ ഉണ്ട്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാലും പിന്നെ ഈ അമ്പലത്തിലെല്ലാം പോയിട്ട് നമുക്കൊരു ലൂസ് മോഷൻ, ഒരു പുളുങ്കറി, ഒരു കൂട്ടുകറി, അച്ചാർ അല്ലേ? പറശ്ശിനിക്കടവിൽ പോയാൽ ഒരു പുളിശ്ശേരി ഇങ്ങനെ കിട്ടും. ഭയങ്കര ടേസ്റ്റായിന്. ഇവിടെ വിളമ്പിയാൽ ആടെത്തും. അതാണ് ആ കൂട്ടൻ. അതിനൊരു ഭയങ്കര ഒന്നൊന്നര ടേസ്റ്റാണത്. അപ്പം അതേപോലെ അതിപ്പോൾ പറയാൻ കാരണം ഇതിൽ ശർക്കരയുണ്ട്, നെയ്യുണ്ട്, തേങ്ങയുണ്ട്, എന്തെല്ലാം ഉണ്ട്. പിന്നെ അധികം വെന്തിട്ടില്ല, ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഈ അതിൻ്റെ ഇലയോട് മുട്ടിയത്, ഇതിപ്പോൾ ചൂടുള്ള പായസമായിരിക്കും ഇലയിലെടുത്തത്. അപ്പോൾ ഈ ഇലയോട് മുട്ടുമ്പോൾ ഒരു വാട്ടൽ ഇലേൻ്റെ ഒരു വാടിയ ടേസ്റ്റ്. വായന്ന് വെള്ളം തെറിക്കുന്നു. ഇലേൻ്റെ ഒരു വാടിയ ടേസ്റ്റ്. പിന്നെ എനിക്കിപ്പോൾ തിന്നുമ്പോൾ ഇങ്ങനെയൊന്നും തിന്നാനൊന്നും ആവില്ല. നമുക്കിങ്ങനെ ആക്രാന്തം പിടിച്ചിട്ട് ഇങ്ങനെ തിന്നണം. അഭിനയിച്ചുകൊണ്ട് വെക്കൂല. അതേപോലെ ഈ കുന്ത്രാണ്ടം ഇത് പിന്നെ ചെയ്യുന്ന എന്താ പറഞ്ഞാൽ സ്പൂൺ എടുക്കാൻ കാര്യമുണ്ട്. ഈ സ്പൂൺ എടുത്താൽ നമുക്ക് കൈ ഫ്രീ ആയി കിട്ടുമ്പം ഫോൺ കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ ഈ ഡ്രസ്സ് ഇപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതൊന്ന് ശരിയാക്കണം, അങ്ങനെയൊക്കെ സ്പൂൺ കൊണ്ട് ഗുണമുണ്ട്. അല്ലാതെ നമുക്കെപ്പോഴും അതിൻ്റെതായ ആ ഒറിജിനാലിറ്റി നമ്മൾ വാരി കഴിക്കുക കൈ കൊണ്ട്. നമ്മൾ വിദേശിയൊന്നുമല്ലല്ലോ, സാധാ. അപ്പം അതാണ് ഇന്നൊരു ബർത്ത്ഡേ നെയ്പായസത്തിൻ്റെ ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ. എന്നാലും ആ നെയ്പായസം സന്തോഷം നിങ്ങൾക്കായിട്ട് എൻ്റെ യൂട്യൂബ് വ്യൂവേഴ്സ് എല്ലാവരും എൻ്റെ മോക്കൊരു ബർത്ത്ഡേ വിഷ് ചെയ്യണം നിർബന്ധമായിട്ടും. എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും എൻ്റെ മോക്ക് വേണ്ടിയിട്ടൊരു ബർത്ത്ഡേ വിഷ് ചെയ്യണം. അതെൻ്റെ ഒരു റിക്വസ്റ്റാണ്, അമ്മ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു റിക്വസ്റ്റ്. അപ്പോൾ ഈ നെയ്പായസം മാച്ചാണ്. ഈ നെയ്പായസം കഴിക്കാം. അപ്പം മോക്ക് എല്ലാവരും ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യണം. 33,000 33,000 സബ്ബാവാൻ പോകുന്നു. വളരെ കുറവ്. അപ്പം അത്രയും ജനങ്ങളെ മുന്നിൽ മോളെ എല്ലാ നന്മക്കുള്ള വിഷസ് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. തിരിച്ചിങ്ങോട്ടും
അങ്ങനെ ഒരു സ്നേഹം പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നല്ലൊരു ജോലിയൊക്കെ ആയി ഒരു കുഞ്ഞുവാവയൊക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ട്. ഹസ്ബൻഡുണ്ട് കൂടെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവർ ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ. ദീർഘായുസ്സും സന്തോഷവും ഐശ്വര്യവും ഭർത്താവും മോളൊക്കെ ആയിട്ട് നല്ല നിലയിൽ ജീവിക്കാൻ പറ്റട്ടെ. അപ്പോൾ നമുക്ക് എന്തൊക്കെയോ പറ്റിയിരുന്നില്ല, അതിലിപ്പോൾ ഇനിയിപ്പോൾ കഴിഞ്ഞു പോയതിൽ ദുഃഖിച്ചിട്ട് കാര്യമില്ല. വരാനിരിക്കുന്നത് നല്ലതാക്കാൻ നോക്കാം അല്ലേ. കഴിഞ്ഞു പോയത് പോയി, ഒന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ബർത്ത്ഡേ ആഘോഷിക്കാനോ പുതിയ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാനോ അങ്ങനെയൊന്നും പറ്റിയിട്ടൊന്നുമില്ല. അതങ്ങനെ കഴിഞ്ഞു. അപ്പം ഇങ്ങനെയെങ്കിലും ഒരു സന്തോഷം യൂട്യൂബ് വഴി പിന്നെ പങ്കുവെക്കാൻ പറ്റിയത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട് കാണുന്നു. കാരണം നമ്മളെ പിന്നെ ദ്രോഹിക്കുന്നവരെ മുന്നിലല്ലാതെ സ്നേഹിക്കുന്നവരെ മുന്നിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ തരുന്നത്. അപ്പോൾ അതെൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. എല്ലാവരും എൻ്റെ മോൾക്കൊരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യണം. താങ്ക് യു സോ മച്ച്. വെരി 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 നൈസ് ഡേ. താങ്ക് യു സോ മച്ച്. മാക്സിമം ഷെയർ ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം, സബ് ചെയ്യണം. മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മോൾക്ക് വേണ്ടി ഒരു ബർത്ത്ഡേ വിഷസ് എല്ലാവരും ചെയ്യണം.